ഹായ്, നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് കുറച്ച് ചേഞ്ച് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ന ഓഫീസ് ഒരു 44 പീപ്പിൾ ഉണ്ടായിരുന്നു ഓഫീസിൽ. അവരുടെ ആവറേജ് വെയിറ്റ് എത്രയായിരുന്നു? 44 പീപ്പിളിൻ്റെ ആവറേജ് വെയിറ്റ് എത്രയായിരുന്നു? 56 ആയിരുന്നു. ഒരു 2 ന്യൂ പേഴ്സൺ എൻട്രി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ആവറേജ് വെയിറ്റ് 1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് 56 എത്രയായി? 57 കിലോഗ്രാമായി അവർ ആവറേജ് വെയിറ്റ്. ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ആ ന്യൂ പേഴ്സന്റെ സം ഓഫ് വെയിറ്റ്. ഇനി ചില ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഫൈൻഡ് ദി ആവറേജ് വെയിറ്റ് ഓഫ് ന്യൂ കമേഴ്സ്. ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ചിലപ്പോൾ 2 പേരായിരിക്കും, ചിലപ്പോൾ ഒരാൾ വന്നെന്നായിരിക്കും ക്വസ്റ്റ്യൻ. നിങ്ങൾ കറക്റ്റായ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരാൾ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ +1 വരും. അവരുടെ ആവറേജ് ഇൻക്രീസ്ഡ് ബൈ 1 കിലോഗ്രാം. അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ ന്യൂ കമേഴ്സിന്റെ എന്താണ് ഏജ് ആണ് അല്ല വെയിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ എഴുതിയിടാം. നിങ്ങൾ കറക്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അതായത് ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഇൻറ്റു പ്രസന്റ് നമ്പർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അതായത് എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കിപ്പോൾ ഒരു ന്യൂ കമേഴ്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. ഇവിടെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആവറേജ് ആയിരിക്കും കിട്ടുന്നത്. എപ്പോഴും ന്യൂ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ന്യൂ വാല്യൂ ബൈ 1 ഒരു പേഴ്സന്റെ വാല്യൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇവിടെ 2 പേഴ്സൺ വന്നിരുന്നു. പക്ഷേ 2 പേഴ്സന്റെ സമ്മല്ല നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന 2 പേഴ്സന്റെ ആവറേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ രീതി സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഓൾഡ് ആവറേജ്. എന്തായിരിക്കും ഓൾഡ് ആവറേജ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ ഒരു ഓൾഡ് ആവറേജ് വാല്യൂ തന്നിട്ടുണ്ടാവും. ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 56 കിലോഗ്രാം ആയിരുന്നു ഈ 44 പേഴ്സന്റെ ഓൾഡ് ആവറേജ്, മുമ്പ് ആദ്യത്തെ ആവറേജ്. അതാണ് ഓൾഡ് ആവറേജ്. ഇനി എന്താണ് ഈ പ്ലസ് ഓർ മൈനസ് സിമ്പിൾ? ശ്രദ്ധിക്കുക, നമുക്കൊരു ഓൾഡ് ആവറേജ് ഉണ്ടായിരുന്നു. ഒരു ന്യൂ കമർ വന്നപ്പോൾ, ഒരു ന്യൂ പേഴ്സൺ വന്നപ്പോൾ, ഒരാൾ വന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ ആവറേജ് വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. ഒരു ന്യൂ കമേഴ്സ് ആഡ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പിന്റെ വെയിറ്റ് ഇൻക്രീസ് ആയെങ്കിൽ ഉറപ്പായിട്ടും ഒരാൾ പുതിയതായിട്ട് വന്നു, അപ്പോൾ ഗ്രൂപ്പിന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. രണ്ടും പോസിറ്റീവ് അല്ലേ? ഒരാൾ എക്സ്ട്രാ വന്നതാണ്, അപ്പോൾ ഗ്രൂപ്പിന്റെ വെയിറ്റ് കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് സിമ്പിൾ എടുത്താൽ മതി? പോസിറ്റീവ് സിമ്പിൾ എടുത്താൽ മതി. അതിന് എന്ത് സിമ്പിൾ എടുക്കുക? പോസിറ്റീവ് സിമ്പിൾ എടുക്കുക. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയുന്നു, ഒരു ന്യൂ കമർ വന്നു, ഒരു ന്യൂ കമർ ആഡ് ചെയ്യപ്പെട്ടു, 1-2 ന്യൂ കമർ ആഡ് ചെയ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ അവർ ആവറേജ് വെയിറ്റ് കുറഞ്ഞു പോയി. ആവറേജ് വെയിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. ഒരു ന്യൂ കമർ വന്നപ്പോൾ ആവറേജ് വെയിറ്റ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടുത്തെ സിമ്പിൾ എന്തായിരിക്കും? നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും. ആ ഒരു സിമ്പിളിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു ന്യൂ കമർ വന്നപ്പോൾ ആവറേജ് വെയിറ്റ് ഇൻക്രീസ് ചെയ്തു, ആവറേജ് വെയിറ്റ് കൂടി. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇവിടുത്തെ സിമ്പിൾ എന്താണ് ഇടേണ്ടത്? പോസിറ്റീവ് സിമ്പിളാണ് ഇടേണ്ടത്. ഇനി ഒരു ന്യൂ കമർ വന്നു, പുതിയ ആൾ വന്നു, പക്ഷേ ആവറേജ് വെയിറ്റ് ഇൻക്രീസ് ചെയ്തില്ല, എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു, 55 ആയിപ്പോയി. ഒരു ന്യൂ കമർ വന്നപ്പോൾ നമ്മുടെ ആവറേജ് 56 എന്തായി? 55 ആയി. അങ്ങനെ ഒരു കേസ് വരാമല്ലോ. അങ്ങനെ വെയിറ്റ് കുറയുന്നു, ആവറേജ് കുറയുന്ന കേസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇടുന്ന സിമ്പിൾ എന്തായിരിക്കണം? നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും ഇടേണ്ടത്. ഇപ്പം ഈ ഒരു കേസ് മനസ്സിലായോ? ഇനി വീണ്ടും ഒരു കേസും കൂടി ഉണ്ട്. സ്ഥലമില്ലാത്ത ഞാൻ മായ്ക്കുകയാണ്. അതായത് ഈ 2 കേസിൽ നമ്മൾ ന്യൂ കമർ വന്ന കാര്യമല്ലേ പറയുന്നത്. പക്ഷേ ഇനി ഞാൻ ഒരു കേസും കൂടി പറയാം. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾ അതുപോലെ വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് ശീലിക്കണം. നോക്കാം ഒരു കേസ്. ഇവിടെ ആൾറെഡി 44 പീപ്പിൾ അല്ലേ ഉണ്ടായിരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്, ഈ 44 പീപ്പിളിനുള്ളിൽ നിന്നും ഒരു 2 പേർ പുറത്തേക്ക് പോയി. അപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആൾറെഡി ഇവിടുന്ന് എന്ത് ചെയ്തു? ആൾക്കാർ പുറത്തേക്ക് പോയി എന്നല്ലേ പറയുന്നത്. അപ്പം നെഗറ്റീവ് അല്ലേ? ആൾ കുറഞ്ഞല്ലേ ചെയ്ത്. അപ്പോൾ ആൾക്കാർ പുറത്തേക്ക് പോയപ്പോൾ ഇവരുടെ ആവറേജ് വെയിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. ആൾക്കാർ പുറത്തേക്ക് പോയപ്പോൾ ആവറേജ് വെയിറ്റ് വീണ്ടും കുറഞ്ഞു. അപ്പോൾ 2 നെഗറ്റീവ് അല്ലേ? 2 നെഗറ്റീവ് വന്നാലും നമ്മൾ ഇവിടുത്തെ സിമ്പിൾ എന്താണ് ഇടേണ്ടത്? പോസിറ്റീവ് സിമ്പിളാണ് ഇടേണ്ടത്. ഇനി വീണ്ടും ഒരു കേസ് കൂടി ഉണ്ട്. ഈ 44 പേരിൽ നിന്ന് ഒരാൾ പോയി, പുറത്തേക്ക് പോയി, 43 പേര് ആയി. പുറത്തേക്ക് പോയെന്ന് വെച്ചാൽ ഇവിടെ മൈനസ് അല്ലേ വരേണ്ടത്? എന്നുവെച്ചാൽ പോയി എന്നുള്ളതിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ കേട്ടോ. അവർ പുറത്തേക്ക് പോയി, കുറഞ്ഞു. പക്ഷേ ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ അവർ ആവറേജ് വെയിറ്റ് എന്ത് ചെയ്തു? കൂടി. ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ ആവറേജ് വെയിറ്റ് കൂടി. അപ്പോൾ എന്തായി? 56, 57 ആയി. അപ്പം ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ ന്യൂ ആവറേജ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണ് കേസെങ്കിൽ അവിടുത്തെ സിമ്പിൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും നമ്മൾ അവിടെ ഇടേണ്ടത്. ഈ പ്ലസ് ഓർ മൈനസിന് വരെ എന്ത് ഇടണം? അവിടെ മൈനസ് സിമ്പിൾ ആയിരിക്കും ഇടേണ്ടത്. ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ ആവറേജ് കൂടി എന്ന കേസ് ആണെങ്കിൽ ഇവിടുത്തെ സിമ്പിൾ നമ്മൾ എന്ത് ഇടണം? നെഗറ്റീവ് ഇടണം. ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ ആവറേജ് വെയിറ്റ് കുറഞ്ഞു എങ്കിൽ ഇവിടുത്തെ സിമ്പിൾ എന്ത് ഇടണം? പോസിറ്റീവ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലസ് ഓർ മൈനസ്.
എന്ത് കേസിലാണ് പോസിറ്റീവ് സിമ്പിൾ ഇടേണ്ടത്, എന്ത് കേസിലാണ് നെഗറ്റീവ് സിമ്പിൾ ഇടേണ്ടത് നിങ്ങൾ എഴുതിയെടുത്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. കാരണം അത് നമുക്ക് പലയിടത്തും ആവശ്യം വരും. ഈ ഒരു സെയിം ഇക്വേഷൻ നമുക്ക് പല ക്വസ്റ്റിനും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചേക്കാം. നോക്കാൻ ഈ ക്വസ്റ്റിനിൽ എന്താണ് വരുന്നത്. ഇവിടെ എന്തായിരുന്നു, 2 ന്യൂ കമേഴ്സ് വന്നു, അപ്പോൾ ആവറേജ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. വന്നപ്പോൾ ഇൻക്രീസ് ചെയ്തു, രണ്ടും പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ എന്താ വേണ്ടത്, പോസിറ്റീവ് സിമ്പിൾ അല്ലേ വേണ്ടത്. നോക്കാം ഇവിടെ എന്താ വരേണ്ടത്. ഓൾഡ് ആവറേജ് എത്രയായിരുന്നു, 56 ആയിരുന്നു. ഓൾഡ് ആവറേജ് 56 ആയിരുന്നു. ഇനി ന്യൂ കമേഴ്സ് വന്നപ്പോൾ ആവറേജ് ഇൻക്രീസ് ചെയ്തു, രണ്ടും പ്ലസ് 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 വന്നാൽ രണ്ടും എന്തായിരിക്കും ഇവിടെ സിമ്പിൾ പ്ലസ് തന്നെ. ചേഞ്ച് ഇൻ ദി ആവറേജ്, ചേഞ്ച് ഇൻ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, എത്ര ആവറേജ് ഇൻക്രീസ് ആയി. ഇവിടെ എത്ര ആവറേജ് ഇൻക്രീസ് ആയി, ഒരു 1 ആവറേജ് അല്ലേ ഇൻക്രീസ് ആയുള്ളൂ. അപ്പോൾ ഇവിടെ 1 ആവറേജ് ഇൻക്രീസ് ആയി. ഇനി വീണ്ടും ചേഞ്ച് ഇൻ നമ്പർ. ഈ ചേഞ്ച് ഇൻ നമ്പർ എന്ന് ഉദ്ദേശിച്ചാൽ നേരത്തെ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു, 44 പീപ്പിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ നമ്പർ ഇൻക്രീസ് ചെയ്തു, 2 പേർ കൂടി വന്നു. അപ്പൊ എത്ര നമ്പറാണ് ഇൻക്രീസ് ചെയ്തത്, എക്സ്ട്രാ വന്നത്, 2 പേർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 1/2 ഇൻറ്റു പ്രസന്റ് നമ്പർ. ഇൻറ്റു പ്രസന്റ് നമ്പർ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ പ്രസന്റ് നമ്പർ. നേരത്തെ 44 പീപ്പിൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് നേരത്തെ ഉള്ള കാര്യമാണ്. പ്രസന്റിൽ ഇവിടെ ഇപ്പോൾ എത്ര പേരുണ്ട്, 44 പേര് കൂടെ 2 പേർ കൂടി ആഡ് ചെയ്ത് ഇപ്പോൾ എത്ര പേരുണ്ട്, 46 പീപ്പിൾ ഉണ്ട്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നേരത്തെ എത്ര പേരുണ്ടായിരുന്നു, 44 പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് പ്രസന്റ് നമ്പറാണ്. പ്രസന്റ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, നേരത്തെ ഉള്ളതിൻ്റെ കൂടെ പുതിയതായിട്ട് വന്നവരെ കൂടെ ചേർത്തിട്ടുള്ള നമ്പർ. ഇപ്പോൾ എത്ര പേരുണ്ട്, 46 പീപ്പിൾ ഉണ്ട്. ഇപ്പം ഈ ഒരു ഇക്വേഷൻ മനസ്സിലാകും. ഇതിൽ നിന്ന് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്താൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓൾഡ് ആവറേജ് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ 56 ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ വേറെ ഒന്നും ചെയ്യേണ്ട, കാൽക്കുലേഷൻ ഒന്നും വേണ്ട, ക്വസ്റ്റ്യൻ നോക്കി ചെയ്യാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഓൾഡ് ആവറേജ് എത്രയായിരുന്നു, 56 പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ്. ചേഞ്ച് ഇൻ ആവറേജ് എത്രയായിരുന്നു, 2 പേര് വന്നപ്പോൾ ആവറേജ് ഒന്ന് കൂടി, ചേഞ്ച് ഇൻ ആവറേജ് 1 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ. 2 പേരാണ് വന്നത്, അതുകൊണ്ട് എക്സ്ട്രാ വന്ന എത്ര, 2 പേർ ബൈ 2 ഇൻറ്റു പ്രസന്റ് നമ്പർ. നേരത്തെ 44 പേരുണ്ടായിരുന്നു, 2 പേർ കൂടി ആഡ് ചെയ്യപ്പെട്ടു, എത്ര വന്നു, 46 ആയി. ഇത് സോൾവ് ചെയ്താൽ മതി. എത്ര കിട്ടും നോക്കാം, 46/2 46/2 23. 56 + 23 എത്ര കിട്ടും, 6 + 3 9 കിട്ടും, 5 + 2 7 കിട്ടും. നമുക്ക് എത്ര കിട്ടി, 79 എന്ന് കിട്ടിയ ആൻസർ. അതായത് അവരുടെ ആവറേജ്, അവരുടെ വെയിറ്റ്, ആവറേജ് വെയിറ്റ് ഓഫ് ന്യൂ പീപ്പിൾ നമുക്ക് എത്ര കിട്ടും, 79 കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പ് നമുക്ക് ചെറിയൊരു കാൽക്കുലേഷനിൽ ആവറേജ് കിട്ടും. ഇനി ഇവരെ സമ്മാണ് ചോദിക്കുന്നെങ്കിലോ 79 × 2 ചെയ്താൽ മതി. അവർ സമ്മാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഒരാളുടെ വെയിറ്റ് ആണ് കിട്ടുന്നത്. 79 × 2 ചെയ്താൽ മതി. എത്ര കിട്ടും, 9 × 2 18 7 × 2 14 158 കിട്ടും. ഇതല്ലേ നമുക്ക് കുറച്ച് മുമ്പ് കിട്ടിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇതുപോലെയുള്ള ഏത് ക്വസ്റ്റിനും നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട്, ഒരാൾ വരുന്നു ഒരാൾ പോകുന്നു, അപ്പോൾ ആവറേജ് കുറയുന്നു കൂടുന്നു. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആവറേജ് വാല്യൂ, മീൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ന്യൂ വാല്യൂ, ന്യൂ പേഴ്സൻ്റെ വാല്യൂ. ഇതിപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ എങ്കിൽ ആ വന്നയാളുടെ മാത്രം വെയിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഒന്ന് കൂടുതലായതുകൊണ്ടാണ് നമ്മളിവിടെ ആവറേജ് എന്ന് പറയുന്നത്. എപ്പോഴും ആവറേജ് അല്ല കിട്ടുന്നത്, ഒരാളെ ഉള്ളെങ്കിൽ, ഒരാൾ വന്നു ഒരാൾ പോയെങ്കിൽ ആ വന്ന പുതിയ ആളുടെ വെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏജ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇവിടെ വെയിറ്റ് പറഞ്ഞുകൊണ്ട് പുതിയ ആളുടെ വെയിറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. 2 അതിലധികം ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആവറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇത് ഈസി മെത്തേഡാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ദി ആവറേജ് വെയിറ്റ് ഓഫ് 51 ബോയ്സ് ഈസ് 60 കിലോഗ്രാം. ആവറേജ് വെയിറ്റ് ഓഫ് 51 ബോയ്സ് ഈസ് 60 കിലോഗ്രാം. ഒരു 51 കുട്ടികളുണ്ടായിരുന്നു, ബോയ്സ് ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 60 കിലോഗ്രാം ആയിരുന്നു. ഇഫ് 1 ബോയ് ലീവ്സ് ദ ക്ലാസ്, ഒരു ബോയ് ക്ലാസ്സിന് പുറത്തേക്ക് പോകുന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരാൾ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ അവരുടെ വെയിറ്റിന് എന്ത് സംഭവിച്ചു, ആവറേജ് വെയിറ്റ് റെഡ്യൂസസ് 500 ഗ്രാം. ആവറേജ് വെയിറ്റ് എന്ത് ചെയ്തു, ഒരു 500 ഗ്രാം റെഡ്യൂസ് ചെയ്തു. ആവറേജ് നേരത്തെ 60 ആയിരുന്നു, ഇപ്പം എന്തായി, ഒരു 500 ഗ്രാം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പുറത്തേക്ക് പോയ കുട്ടിയുടെ വെയിറ്റ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് മുമ്പ് ചെയ്ത ഇക്വേഷനിൽ, ആ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ ഒരൊറ്റ സെക്കൻഡിൽ ആ ഇക്വേഷൻ എഴുതി ചെയ്തൂടെ. കാരണം നമുക്ക് ഓൾഡ് ആവറേജ് അറിയാം, ന്യൂ വാല്യൂ അറിയാം, എത്ര പേര് പുറത്തേക്ക് പോയെന്നറിയാം. ഇതൊക്കെ അറിഞ്ഞൂടെ. എങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഇക്വേഷൻ മാത്രം വെച്ച് ഞാൻ വേഗം ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോയ ആളെയല്ലേ വേണ്ടത്, അതായത് ന്യൂ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. പുറത്തേക്ക് പോയതായാലും അകത്തേക്ക് വന്നാലും ആയാലും നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ന്യൂ വാല്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിൽ ന്യൂ വാല്യൂ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഇൻറ്റു
പ്രസന്റ് നമ്പർ. ഇതല്ല നമ്മുടെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ വരും അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇവിടുത്തെ ഓൾഡ് ആവറേജ് എന്തായിരുന്നു. ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 60 കിലോഗ്രാം ആയിരുന്നു. ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 60 കിലോഗ്രാം ആയിരുന്നു. പ്ലസ് ഓർ മൈനസ് ഇവിടെ എന്ത് സിമ്പൽ കൊടുക്കണം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ 500 ഗ്രാം കുറഞ്ഞു. ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ 500 ഗ്രാം കുറഞ്ഞു. ഒരാൾ പുറത്തേക്ക് പോയി എന്ത് ചെയ്തു? 500 ഗ്രാം കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ 2 മൈനസ് ആണെങ്കിൽ നമുക്ക് എന്താ എടുക്കേണ്ടത്? പോസിറ്റീവ് സിമ്പിളാണ് എടുക്കേണ്ടത്. ഒരാൾ പുറത്തേക്ക് പോയപ്പോൾ വെയിറ്റ് അയാളുടെ അനുസരിച്ച് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് എന്തായിരിക്കും? കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ആളായിരിക്കും. അയാൾ പുറത്തേക്ക് പോയപ്പോൾ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ വെയിറ്റ് കുറവുള്ള ആളായിരുന്നു. നമ്മൾ എന്ത് സിമ്പിൾ എടുക്കണം? നെഗറ്റീവ് സിമ്പിൾ എടുക്കണം. കാരണം അയാൾക്ക് വെയിറ്റ് കുറവാണ്. ആ രീതിയിൽ വിചാരിക്കണം. അപ്പോൾ നോക്കാം ഇവിടെ എന്തായിരുന്നു? രണ്ടും കുറഞ്ഞു, അതുകൊണ്ട് പോസിറ്റീവ് സിമ്പിൾ കൊടുത്തു. ഇനി ചേഞ്ച് ഇൻ ആവറേജ്. ചേഞ്ച് ഇൻ ആവറേജ് എത്രയായിരുന്നു? 500 ഗ്രാം. ഇവിടെ ഒരിക്കലും നിങ്ങൾ 500 എന്ന് എഴുതരുത്. കാരണം നമ്മളെല്ലാം എന്തിലാണ് എഴുതുന്നത്? കിലോഗ്രാമിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്തെടുക്കണം? 0.5 എന്ന് എഴുതണം. ഈ 500 ഗ്രാം നമ്മൾ എന്താക്കണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. ഒരിക്കലും ഇവിടെ 500 എന്ന് എഴുതരുത്. കാരണം നമ്മൾ എഴുതുന്ന ഈ 60 കിലോഗ്രാം ആണ്. അതുകൊണ്ടെല്ലാം ആ ഒരു യൂണിറ്റിലെ നമ്മൾ എഴുതാവും. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? 0.5 കിലോഗ്രാം എന്ന് എഴുതി. ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ. ചേഞ്ച് ഇൻ നമ്പർ എന്തായിരുന്നു? ഒരാളല്ലേ പുറത്തേക്ക് പോയത്? ഒരാൾ പുറത്തേക്ക് പോയി. ഇൻറ്റു പ്രസന്റ് നമ്പർ. നേരത്തെ എത്ര പേരുണ്ടായിരുന്നു? 51 പീപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ എത്ര പേരുണ്ട്? 50 പേരേ ഉള്ളൂ. എങ്കിൽ ഇൻറ്റു 50 എഴുതിയാൽ പോരെ? ഈസി ആയിട്ട് നമുക്ക് ആ പുറത്തേക്ക് പോയ ആളുടെ വെയിറ്റ് കണ്ടുപിടിച്ചൂടെ? എത്ര കിട്ടും നോക്കാം. 60 പ്ലസ് 0.5 ഇൻറ്റു 50 അത്രയാ? 50ന്റെ പകുതി 25. 60 പ്ലസ് 25 എത്ര കിട്ടും? 85 എന്ന് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ ഇതുപോലെ ചോദിക്കുന്ന ഏത് ക്വസ്റ്റിനും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. ഒരാൾ പുറത്തേക്ക് പോയി വെയിറ്റ് കൂടി, ഒരാൾ പുറത്തേക്ക് പോയി വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ 2 പേർ വന്ന് വെയിറ്റ് കൂടി, 2 പേർ പോയി വെയിറ്റ് കുറഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഷഫിൾ ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ മെത്തേഡിൽ ചെയ്ത് നോക്കുക. തറവാക്കുക. എപ്പോഴാണ് പോസിറ്റീവ് സിമ്പൽ, എപ്പോഴാണ് നെഗറ്റീവ് സിമ്പൽ, എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത്, അതൊക്കെ പഠിച്ചേക്കുക. കാരണം ഇതുപോലെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈസി ആയിട്ട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിക്കാം. ദി ആവറേജ് വെയിറ്റ് ഓഫ് 5 പീപ്പിൾ ABCDE ഈസ് 44 കിലോഗ്രാം. 5 പേരുണ്ടായിരുന്നു. ABCDE. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഇയുടെയും കൂടി ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 44 കിലോഗ്രാം ആയിരുന്നു. എ ന്യൂ പേഴ്സൺ F entered into it with a weight of 80 കിലോഗ്രാം. ഒരു F വന്നു. എഫിന്റെ വെയിറ്റ് എത്രയായിരുന്നു? 80 കിലോഗ്രാം ആയിരുന്നു. ഇവരുടെ എല്ലാം ആവറേജ് എത്രയായിരുന്നു? 44 കിലോഗ്രാം ആയിരുന്നു. ഒരു F വന്നു 80 കിലോഗ്രാം ആയിട്ട്. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ മുഴുവൻ ആൾക്കാരുടെ ആവറേജ്, ന്യൂ ആവറേജ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷനും മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു ആ മെത്തേഡ്? ഇവരുടെ ആവറേജ് അറിയാം, എത്ര പേഴ്സൺ ഉണ്ടെന്ന് അറിയാം. 44 × 5 ചെയ്യുന്നു. നമ്മൾ സാധാരണ മെത്തേഡ് ഞാൻ പറയുകയാണ്. എങ്ങനെയായിരിക്കും ഇവിടെ സം ഓഫ് ABCDE? സം എത്ര കിട്ടുമായിരുന്നു? 44 × 5 എത്ര കിട്ടും? 220 കിട്ടും. അപ്പോൾ ABCDEയുടെ വരെ സം കിട്ടി. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആര് വന്നു? F വന്നു. എഫിൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? 80 ആയിരുന്നു. അപ്പം മൊത്തം വെയിറ്റ് എത്രയായി? 300 കിലോഗ്രാം ആയി. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ A to F വരെയുള്ള ആൾക്കാരുടെ ആവറേജ് കണ്ടുപിടിക്കണം. നമുക്ക് ടോട്ടൽ സം അറിയാം. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ മതി. ആൾറെഡി 5 പീപ്പിൾ ഉണ്ടായിരുന്നു. എക്സ്ട്രാ 1 പീപ്പിൾ F കൂടി വന്നു എങ്കിൽ ഇനി ന്യൂ നമ്പർ എത്രയായിരിക്കും? 6 ആയിരിക്കും. 300/6 എത്ര കിട്ടും? 15 കിട്ടും. എങ്കിൽ അവരുടെ ന്യൂ ആവറേജ് എത്രയായിരിക്കും? 50 കിലോഗ്രാം ആയിരിക്കും. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കറിയാം എങ്ങനെയാണ് ഒരു നമ്പറിന്റെ ആവറേജ് എടുക്കേണ്ടതെന്ന്. എന്തായിരുന്നു? കുറച്ച് സെറ്റ് ഓഫ് നമ്പർ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ആ ആവറേജ് അറിയാം, നമ്പർ അറിയാം. നമ്പറിന്റെ ആവറേജ് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അവരുടെ ടോട്ടൽ സം കിട്ടും. ആ സമ്മിന്റെ കൂടെ നെക്സ്റ്റ് വാല്യൂ ആഡ് ചെയ്യുന്നു. അപ്പം വീണ്ടും ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. അതേ ഡിവൈഡ് ബൈ അപ്പോഴുള്ള ടോട്ടൽ വാല്യൂ ബൈ ടോട്ടൽ നമ്പർ ചെയ്യുമ്പോൾ കിട്ടും? ന്യൂ ആവറേജ് കിട്ടും. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ എങ്കിലും ഇതല്ലാണ്ട് എളുപ്പത്തിൽ മനസ്സിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഈ പറയുന്ന പോലെ ചിന്തിക്കാൻ പറ്റുമോ നോക്കി. അതായത് ഇവരുടെ ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 44 ആയിരുന്നു. ഒരു ന്യൂ പേഴ്സൺ F വന്നു. എഫിന്റെ വെയിറ്റ് എത്രയായിരുന്നു? 80 ആയിരുന്നു. നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്. എഫിന്റെ വെയിറ്റ് ഒരു 44 ആയിരുന്നെങ്കിൽ ഇവരുടെ ആവറേജ് എത്ര തന്നെ ആയേനെ? 44 തന്നെ ആയേനെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എഫിന്റെ വെയിറ്റ് 44 ആയിരുന്നെങ്കിൽ ഇവരുടെ മുഴുവൻ ആൾക്കാരുടെയും ആവറേജ് എത്ര ആയേനെ? 44 തന്നെ ആയേനെ. പക്ഷേ എഫിന്റെ വെയിറ്റ് എത്രയാണ്? 80 ആണ്. എങ്കിൽ ഈ 80 - 44 അതായത് എത്ര കിട്ടും? 80 - 44 6 കിട്ടും. 36 കിട്ടും. ഈ 36 വെയിറ്റ് കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഇനി മൊത്തം ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ആൾറെഡി ഒരു 5 പേഴ്സൺ ഉണ്ടായിരുന്നു. പ്ലസ് എഫിനെയും കൂടി ആഡ് ചെയ്യണം. കാരണം നമ്മൾ 44-ൽ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റായിട്ട് വിചാരിക്കണം. ഇത് ABCDEയുടെ ആണ് ഈ 44.
എയും ബിയും സിയും ഡിയും ഇയും കൂടെ വന്നപ്പോൾ അവരുടെ വെയിറ്റ് എത്രയായിരുന്നു? 44 കിലോഗ്രാം ആയിരുന്നു. ഒരു ന്യൂ പേഴ്സൺ വന്ന് എഫിന് എത്ര കിലോ ഉണ്ടായിരുന്നു? 80 കിലോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു എഫിന് 44 കിലോഗ്രാമേ വെയിറ്റ് ഉള്ളൂ എന്ന്. അങ്ങനെ 44 കിലോഗ്രാം വെയിറ്റ് എഫിനുള്ളെങ്കിൽ ആയിരുന്നെങ്കിൽ ഇതിന്റെ ആവറേജ് എത്രയായനെ? 44 തന്നെ ആയനെ. പക്ഷേ 44 അല്ല, 80 ആണ് എഫിന്റെ വെയിറ്റ്. എങ്കിൽ ബാക്കിയുള്ള വെയിറ്റ് എത്ര? എക്സ്ട്രാ എഫിന് വന്ന വെയിറ്റ് എത്ര? 36 അല്ലേ? എക്സ്ട്രാ എഫിന് വന്ന വെയിറ്റ് എത്രയാ? 36 അല്ലേ? ഇനി ഈ 36 എല്ലാവർക്കുമായിട്ടങ്ങ് വീതം വെച്ച് കൊടുത്താൽ മതി. എങ്കിൽ അവരുടെ ഇൻക്രീസിങ് ആവറേജ് കിട്ടും, ഇൻക്രീസ് ചെയ്യപ്പെടേണ്ട ആവറേജ് കിട്ടും. എക്സ്ട്രാ എത്രയായിരുന്നു? 36 അല്ലേ? ഇനി ഇത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണോ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണോ? അവിടെയാണ് കൺഫ്യൂഷൻ. ഇനി ഇവിടെ എത്ര പേരുണ്ട്? 5 പീപ്പിൾ അല്ല, 6 പീപ്പിൾ ഉണ്ട്. കാരണം നേരത്തെ ആയിരുന്നെങ്കിലാണ് 5 പീപ്പിൾ. ഇപ്പൊ എഫും കൂടി വന്നില്ലേ 44 ആയിട്ട്. അപ്പൊ മൊത്തം 44 എത്ര പേരായി? 6 ആൾക്കാരായി. എങ്കിൽ ഇനി എക്സ്ട്രാ ഉള്ള 36 എത്ര പേർക്ക് ഡിവൈഡ് ചെയ്യണം? 6 പീപ്പിളിന് ഡിവൈഡ് ചെയ്യണം. എങ്കിൽ അവരുടെ ആവറേജ് എത്ര ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടുപിടിച്ചൂടെ? ഈസി ആയിട്ട് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇതാണ് മെത്തേഡ്. 36/6 എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ എക്സ്ട്രാ അവർ ആവറേജ് എത്ര കൂടി? ഒരു 6 കൂടി. നേരത്തെ എത്രയായിരുന്നു ആവറേജ് നമ്മൾ പറഞ്ഞിരുന്നത്? 44 അല്ലേ? പക്ഷെ ആ 44 എത്ര ആവറേജ് കൂടി കൂട്ടണം? 6 കൂടി കൂട്ടണം. അപ്പോൾ അവിടെ ആവറേജ് എത്രയായി? 50 കിലോഗ്രാം ആയി. നമ്മളിത് പേപ്പറോ പേനോ ഒന്നും വേണ്ട ഈ ഒരു മെത്തേഡ് ചെയ്യാൻ. നമുക്ക് ഈസി ആയിട്ട് മൈൻഡിൽ തന്നെ കിട്ടും 50 കിലോഗ്രാം എന്ന്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ നോക്കുന്ന ഓൾഡ് ആവറേജ് എത്രയായിരുന്നു? 44 എന്ന്. ഒരു ന്യൂ പേഴ്സൺ വന്നു, അയാളുടെ വെയിറ്റ് എത്രയായിരുന്നു? 80 കിലോഗ്രാം. നമ്മൾ ആ ന്യൂ പേഴ്സണെ ഓൾഡ് ആവറേജുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ന്യൂ പേഴ്സണ് ഓൾഡ് ആവറേജ് ആയിരുന്നെങ്കിൽ എത്ര കിട്ടുമെന്ന് നോക്കുന്നു? 44 ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും 44 ആയി, ആവറേജ് അവിടെ നിന്നു. പക്ഷേ ന്യൂ പേഴ്സണ് കുറച്ച് അധികം വെയിറ്റ് വന്നു. എത്ര എക്സ്ട്രാ വെയിറ്റ് വന്നു? ഒരു 36 കിലോഗ്രാം അധികം കിട്ടി. എങ്കിൽ ഈ 36 അധികമുള്ള ഈ 36 കിലോഗ്രാം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ആ ഉള്ള മുഴുവൻ പേഴ്സണും, കാരണം ആൾറെഡി ഇൻക്ലൂഡ് എഫും ഇപ്പോൾ എത്രയാണ്? 44 കിലോഗ്രാം ആണ്. അങ്ങനെ മൊത്തം 6 പേർക്ക് ഇപ്പം ആവറേജ് എത്രയാണ്? 44 കിലോഗ്രാം ആണ്. എങ്കിൽ ആ 6 പേർക്കും ഈ 36 ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർക്കായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നു. 1 കിലോ അങ്ങനെ 6 പേർക്ക് കൊടുക്കുന്നു. വീണ്ടും 1 കിലോ വെച്ച് കൊടുക്കുന്നു. വീണ്ടും 1 കിലോ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ 6 കിലോ ഓരോരുത്തർക്കും കിട്ടുമ്പോൾ എന്താവും? അവരുടെ ഈ പറഞ്ഞ എക്സ്ട്രാ 36 ഫില്ലായി പോകും. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ എത്രയായിരിക്കും കൂടേണ്ടത്? ഒരു 6 കിലോ കൂടണം. അങ്ങനെയാണെങ്കിൽ അവർ ആവറേജ് മൊത്തത്തിൽ എത്ര കൂടും? ഈ 6 പേർക്ക് 6 കിലോ കൂടിയെങ്കിലല്ലേ 36 ആവുള്ളൂ. അപ്പോൾ 6 പേർക്കും 6 കിലോ വീതം കൂടിയാൽ ആവറേജ് 44 നിന്ന് എന്തായി മാറും? 44 + 6 50 കിലോഗ്രാമായി മാറും. ഞാൻ പറഞ്ഞു തരുമ്പോഴാണ് ഇത്ര ലെങ്തി ആവുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഒരു സെക്കൻഡ് ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. മൈൻഡിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നു, ആൻസർ 50 എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് മാറണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെ ചിന്തിച്ച് ചെയ്യാൻ ശ്രമിക്കണം. ശരിയെങ്കിൽ ഞാൻ ബാക്കി വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ശരി, ബൈ. എന്തായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ? ദി ആവറേജ് വെയിറ്റ് ഓഫ് 44 പീപ്പിൾ ഈസ് 56. എന്താണ് പറയുന്നത്? ഒരു 44 പീപ്പിൾ ഉണ്ടായിരുന്നു. ആ 44 പീപ്പിളിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 56 ആയിരുന്നു. ഇഫ് 2 ന്യൂ പീപ്പിൾ എൻ്റർ ഇൻ ടു ദി ഓഫീസ്. ഇനി ഈ 44-ന് കൂടെ അഡീഷണൽ ഒരു 2 പീപ്പിൾ കൂടി വരുന്നു. അപ്പോൾ അവരുടെ ആവറേജിന് എന്ത് ചേഞ്ച് വരുന്നു? നേരത്തെ എത്രയായിരുന്നു? 56 ആയിരുന്നു. ഒരു 2 ന്യൂ പീപ്പിൾ കൂടി എൻ്റർ ചെയ്തപ്പോൾ അവരുടെ ആവറേജ് എന്തായി മാറി? 56 എന്നുള്ളത് +1 ആയി 57 ആയി മാറി. ഒരു +1 എക്സ്ട്രാ വന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒരു ഓഫീസിൽ 44 പേരുണ്ടായിരുന്നു. ആ 44 പേരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 56 കിലോഗ്രാം ആയിരുന്നു. ഈ 56 കിലോഗ്രാം ഉള്ള 44 പേരുടെ കൂടെ അഡീഷണൽ 2 പേര് കൂടി വന്നു. അങ്ങനെ 2 പേര് കൂടി അഡീഷണൽ വന്നപ്പോൾ അവരുടെ ആവറേജ് മൊത്തം എത്ര ഇൻക്രീസ് ചെയ്തു? ഒരു 1 കിലോഗ്രാം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇനിയുള്ള അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 57 കിലോഗ്രാം ആയിരുന്നു. എത്ര പേരുടെ? ഈ 46 പേരുടെ ആവറേജ് ആണ് ഇനി എത്ര? 57. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സം ഓഫ് 2 ന്യൂ പീപ്പിൾ. പുതിയതായിട്ട് വന്ന 2 പേരുടെ ഈ വെയിറ്റിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്കിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് സാധാ ട്രഡീഷണൽ മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ ഈ സമയം കളയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ പുതിയ 2 പേര് കൂടി ആഡ് ചെയ്തല്ലോ. പുതിയ 2 പേര് വന്നപ്പോഴാണല്ലോ ഈ ആവറേജ് മാറിയത്. എങ്കിൽ പുതിയ 2 പേര് വന്നാൽ ഇവിടെ എന്തൊക്കെ ചേഞ്ച് വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലാക്കില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ വീഡിയോ കാണുക, മനസ്സിലാക്കിയിട്ടേ പോകാവൂ. കാരണം കൺസെപ്റ്റാണ്. നോക്കാം. 44 പേരുണ്ടായിരുന്നപ്പോൾ അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 56 ആയിരുന്നു. 2 പേർ കൂടി ആഡ് ചെയ്തപ്പോൾ മുഴുവൻ ആൾക്കാരുടെയും ആവറേജ് എത്രയായി? 1 കിലോഗ്രാം കൂടി. അത് 2 പേര് വന്നപ്പോൾ മുഴുവൻ ആൾക്കാരുടെയും ആവറേജ് എത്ര കൂടി? 57 ആയി. ഈ 56 എന്ന് പറഞ്ഞ ഏജ് 57 ആകണമെങ്കിൽ ഈ 44 പേരുടെയും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, 44 പേരുടെയും വെയിറ്റ് എത്രയായിരുന്നു? 56 ആയിരുന്നു അവരുടെ കിലോഗ്രാം. എല്ലാവർക്കും 56 ആയിരുന്നു.
പക്ഷേ 2 പേര് കൂടി വന്നപ്പോൾ ഈ 44 പേര് ഉൾപ്പെടെയുള്ള ബാക്കി 2 പേർക്ക് എല്ലാവർക്കും എത്രയായി? 57 കിലോഗ്രാം ആയി. എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ 44 പേർക്കും എത്ര കിലോഗ്രാം വീതം അഡീഷണൽ വണ്ടി വന്നു? ഒരു 1 കിലോഗ്രാം വേണ്ടി അഡീഷണൽ വന്നു. അതായത് 44 പേർക്കും ഒരു 1 കിലോഗ്രാം അഡീഷണൽ വന്നെങ്കിലല്ലേ ഈ പറയുന്ന 54 നിന്ന് 57ലേക്ക് മാറുള്ളൂ. 44 പേർക്കും 56 ആയിരുന്നു. പക്ഷേ ഇപ്പൊ ഈ 47 പേർക്ക് എത്രയാണ്? 57 ആയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 44 പേർക്കും 1 കിലോഗ്രാം എക്സ്ട്രാ വന്നു. അപ്പൊ എത്ര കിലോ എക്സ്ട്രാ വേണ്ടി വന്നു? ഒരു 44 കിലോഗ്രാം എക്സ്ട്രാ വേണ്ടി വന്നു. അത് കൂടാതെ 2 പേർ കൂടി വന്നെന്ന് പറഞ്ഞില്ലേ? ആ 2 പേർ വന്നവർക്ക് എത്ര കിലോഗ്രാം വേണം? 57 കിലോഗ്രാം വേണം. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായോ? എങ്കിലല്ലേ ആവറേജ് 57 ആവുള്ളൂ. അപ്പോൾ 2 പേർ കൂടി വന്നു, അവർക്കും എത്ര കിലോഗ്രാം വേണം? 57 വേണം. എങ്കിൽ ഇതായിരിക്കും ന്യൂ കമേഴ്സിന്റെ സം, വെയിറ്റിന്റെ സം. ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ പറയാം. എന്തായിരുന്നു? ഒരു ഓഫീസിൽ 44 പേരുണ്ടായിരുന്നു. അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 56 കിലോഗ്രാം ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 2 ന്യൂ പേഴ്സൺ കൂടി എൻട്രി ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഇവരുടെ ആവറേജ് വെയിറ്റ് എന്നുള്ളത് 56 ഒന്ന് ഇൻക്രീസ് ചെയ്ത് എന്തായി? 57 ആയെങ്കിൽ ന്യൂ കമേഴ്സിന്റെ സം ഓഫ് വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കുന്നു ന്യൂ കമേഴ്സിന്റെ വെയിറ്റ് എത്രയാണെന്ന്. ന്യൂ കമേഴ്സിന്റെ വെയിറ്റ് കാണണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷനിൽ നിന്ന് എന്ത് ചേഞ്ച് ഉണ്ടാവുമെന്ന് നോക്കാം. നേരത്തെ എത്രയായിരുന്നു? 44 പേരുടെ വെയിറ്റ് 56 കിലോഗ്രാം ആയിരുന്നു. എല്ലാവർക്കും 56 കിലോഗ്രാം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 44 പേരുടെയും വെയിറ്റ് എന്തായി മാറി? 57 ആയി. കാരണം ഇനിയുള്ള ആവറേജ് എത്രയും 57 അല്ലേ? അപ്പം നമ്മൾ 44 പേരുടെ കാര്യം മാത്രം നോക്കുന്നു. 44 പേരുടെ വെയിറ്റ് എത്രയായി? 57 ആയി. 44 പേരുടെ വെയിറ്റ് 57 ആകണമെങ്കിൽ ഓരോരുത്തരുടെയും വെയിറ്റ് എത്ര വീതം കൂടണം? ഓരോ കിലോ വീതം കൂടണം. അങ്ങനെ 44 പേർക്ക് കൂടിയാൽ എത്ര കിലോ കൂടണം? 44 കിലോ കൂടണം. പ്ലസ് 2 എക്സ്ട്രാ പേഴ്സൺ വന്നു, അവരുടെയും വെയിറ്റ് എത്രയാക്കണം? 57 ആക്കണം. എങ്കിലല്ലേ ടോട്ടൽ ആവറേജ് 57 ആവും. നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. ടോട്ടൽ ആവറേജ് വെയിറ്റ് 57 ആക്കണമെങ്കിൽ പുതിയ വന്നവർക്ക് 57 ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അവർക്കും 57 വെച്ച് ഇൻറ്റു 2 ചെയ്യുന്നു. 57 ഇൻറ്റു 2. അപ്പോൾ അതും കൂടി ചെയ്ത് ഈ 44 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 പേഴ്സൻ്റെ സം ഓഫ് വെയിറ്റ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 57 ഇൻറ്റു 2 എത്ര കിട്ടും? 7 ഇൻറ്റു 14, 5 ഇൻറ്റു 2 10, 114 കിട്ടും. പ്ലസ് എന്ത് കിട്ടും? 44. ഇതായിരിക്കും സം ഓഫ് 2 പേഴ്സൺ. എത്ര കിട്ടും? 4 + 4 8, 1 + 4 5, 158 ആയിരിക്കും എന്ത്? ആ ന്യൂ പേഴ്സൻ്റെ സം ഓഫ് വെയിറ്റ്. അപ്പോൾ ഇത്ര ഈസിയാണ് നമുക്ക് ചെയ്യാൻ. എന്തായിരുന്നു? ഒന്നും കൂടി പറയാം. ഒരു ഓഫീസിൽ 44 പീപ്പിൾ ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ് വെയിറ്റ് 56 ആയിരുന്നു. ഇനി ഞാൻ പറയുകയാണ്, ഒരു 1 പേഴ്സണേ വന്നുള്ളൂ. ഒരാൾ ആഡ് ചെയ്തപ്പോൾ അവരുടെ ആവറേജ് വെയിറ്റ് 2 കിലോഗ്രാം കൂടി. എങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഒരാൾ വന്നപ്പോൾ 2 കിലോഗ്രാം കൂടി. എങ്കിൽ ഈ 44 പേഴ്സണിലും ഒരു 2 കിലോഗ്രാം വീതം കൂടിയില്ലേ? അപ്പോൾ നമ്മൾ എത്ര എടുക്കണം? 44 ഇൻറ്റു 2 88 എടുക്കണം. പ്ലസ് ഒരാൾ എക്സ്ട്രാ വന്നയാൾക്കും എന്ത് വരണം? ഈ പറയുന്ന 56 + 1 57 കാരണം ആ 88 + 57 ചെയ്താൽ ആ പുതിയ വന്ന ആളുടെ വെയിറ്റ് കിട്ടും. അപ്പോൾ ഇത്ര ഈസിയാണ്. ഈ ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഈ ഒരു മെത്തേഡിലേ ചെയ്യാവൂ. അത്ര ഈസിയാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതി ചോദിക്കാം. ഇപ്പം പുതിയ 2 പേര് എൻട്രി ചെയ്തപ്പോൾ അവരുടെ സം ഓഫ് വെയിറ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വായിക്കണം. ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഫൈൻഡ് ദി ആവറേജ് വെയിറ്റ് ഓഫ് 2 ന്യൂ പേഴ്സൺ. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, ഇവിടെ സം ഓഫ് ന്യൂ പേഴ്സൺ ആണ് ചോദിച്ചേക്കുന്നത്. അതിന് പകരം നമ്മൾ എന്ത് എടുക്കേണ്ടത്? ഫൈൻഡ് ദി ആവറേജ് വെയിറ്റ് ഓഫ് 2 ന്യൂ പേഴ്സൺ ആണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് ബൈ 2 ചെയ്താൽ മതി. 2 പേരെ സമ്മല്ലേ ചോദിച്ചേക്കുന്നത്. ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ആവറേജ് കിട്ടും. ഇതല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡ്, ഒരു ഇക്വേഷൻ ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം നിങ്ങളിത് നോക്കിത്തരാം.